നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാർച്ച് 1 മുതൽ 30 വരെയുള്ള സമയങ്ങളിൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉറപ്പായും നടന്നു കിട്ടുന്ന സമയമാണ്. നല്ല രീതിയിലുള്ള ഈശ്വരാനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളുമാണ് ഇവിടെ പറയുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ സകലവിധമായ ദുരിതങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടുന്നതായിരിക്കും. കടബാധ്യത കാണാം, ഒരുപക്ഷെ നല്ല വീട് വേണമെന്നുള്ള ആഗ്രഹങ്ങളായിരിക്കാം, വിവാഹമായിരിക്കാം, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ സകലവിധമായ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുവാനുള്ള വഴികൾ തുറന്നു കിട്ടുക ചെയ്യുന്നൊരു സമയമാണ്. മാർച്ച് മാസം നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. തീർച്ചയായും ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അച്ചിട്ടായും സംഭവിക്കുന്നതായിരിക്കും. 98% കൃത്യമായിട്ടുള്ളൊരു പ്രവചനവും കൂടിയാണിത്. ഇത് തന്നെയും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. ഒരു വിധമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളും ഇവിടെ നമ്മൾ ചെയ്യുകയില്ല. ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എന്തു തന്നെയായാലും അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഇവിടെ പറയുന്ന 9 നക്ഷത്ര ജാതകരുടെ ഏതാഗ്രഹവും നടന്നു കിട്ടുന്ന സമയമാണ്. ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം സമാധാനം നിലനിൽക്കുന്ന സമയമാണ്. അതായത് ഈ സമയം നിങ്ങൾക്ക് മനസ്സിരുത്തി പ്രവർത്തിക്കുന്നതിൻ്റെ പുറത്ത് തന്നെ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വളരെ ഈശ്വരവിശ്വാസികളാണ് ഈ അശ്വതി നക്ഷത്ര ജാതകർ. നിങ്ങളൊരു പക്ഷേ മുൻകാലങ്ങളിൽ അനുഭവിച്ച പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് എവിടേക്കോ നിങ്ങളുടെ ആ ഈശ്വരഭക്തി നഷ്ടപ്പെട്ടതിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനസ്സിരുത്തി നിങ്ങൾ ഈശ്വരനെ വിളിച്ചപേക്ഷിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നമ്മൾ ഈശ്വരനുമായി കൂടുതൽ അടുക്കും തോറും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. നമ്മൾ ഭഗവാനുമായി അകലം തോറും അല്ലെങ്കിൽ ഈശ്വരനുമായി അകലം തോറും നമ്മളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ശക്തികളുടെ ഒരു കടന്നുവരവ് ഉണ്ടാവുകയും നെഗറ്റീവായിട്ടുള്ള പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നത്തിന് കാരണം നിങ്ങളുടെ ഈശ്വര വിശ്വാസം എവിടേക്കോ നഷ്ടപ്പെട്ടതിൻ്റെ പുറത്താണ്. ഉറപ്പായും ഇന്നു മുതൽ നിങ്ങൾ ഈശ്വരനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക, ഈശ്വരൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. അതുപോലെ തന്നെ ദിനവും ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന മന്ത്രം 108 തവണ നിങ്ങൾ ജപിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് നെഗറ്റീവ് ശക്തികളെയും പുറന്തള്ളുവാൻ കാരണമായി തീരുന്നതായിരിക്കും. ഇനി ആരെങ്കിലും നിങ്ങൾക്ക് കൂടുപാത്രങ്ങളോ കമ്പയറുകളോ ദൃഷ്ടിദോഷങ്ങളോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആര് നിങ്ങളെ തകർക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് എതിരെ എന്ത് ചെയ്താലും ശരി, നിങ്ങൾ ഈ മന്ത്രം ഉരുവിടുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന മന്ത്രം നിങ്ങൾ ഉരുവിടുക. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു പരാജയവും ഉണ്ടാവുകയില്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് വെച്ചടി കയറ്റമുണ്ടായി കിട്ടുന്നത് തന്നെയായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ മനസ്സിൽ നിങ്ങൾ കൊതിച്ചുകൊണ്ട് നടക്കുന്ന ആ വലിയ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാകടാക്ഷങ്ങളും ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് ഈ ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിന് നല്ലധികം സന്തോഷങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെ തടസ്സങ്ങൾ പൂർണ്ണമായും അകന്നു കിട്ടുന്നതായിരിക്കും. തൊഴിൽ രംഗത്തെ ശത്രുക്കളാകാം, അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ശത്രുക്കളായിരിക്കാം. അത് നിങ്ങളെ മാനസികവും ശാരീരികവുമായിട്ട് നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നുണ്ടാകാം. ഒരു പക്ഷേ വളരെയധികം വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുമ്പോൾ നിങ്ങൾക്കൊരു പ്രവൃത്തി പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങളുടെ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം.
ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളെ തകർക്കുവാൻ നിൽക്കുന്ന ശത്രുവിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാനും അദ്ദേഹത്തിന് മുകളിലായി അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് മുകളിലായി നിങ്ങൾക്ക് സഞ്ചരിക്കുവാനും കഴിയുന്ന സാഹചര്യങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി വിജയങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. ഉറപ്പായും അടുത്ത 30 ദിവസത്തിനകത്ത് വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത്. ഈശ്വര ചൈതന്യവും കൃപാകടാക്ഷങ്ങളും ധാരാളം ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് വീട്ടിൽ സമാധാനം വർദ്ധിക്കുന്നതായിരിക്കും. കർമ്മമേഖലകളിൽ പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടി തുടങ്ങുന്ന സമയമാണ്. അതായത് കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങൾ ഒരുപാട് ഈശ്വരനെ വിളിച്ചിട്ടുണ്ടായിരിക്കാം, ക്ഷേത്രങ്ങൾ ദർശനങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ ഫലം കിട്ടി തുടങ്ങുന്നൊരു സമയമാണ് മാർച്ച് മാസം. വരുന്ന 30 ദിവസത്തിനകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വളരെയധികം വേട്ടയാടുന്നുണ്ടായിരിക്കും. അതായത് കടങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ലോണുകൾ അടയ്ക്കുവാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഒരു പക്ഷേ ഈ ഒരു സമയം, നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയം. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ആ തടസ്സങ്ങളെല്ലാം മാറുന്നതായിരിക്കും. കർമ്മമേഖലയിൽ പുരോഗതിക്കും മാനസിക സംഘർഷങ്ങൾക്ക് അയവുണ്ടാകുകയും ചെയ്യുന്ന സമയമാണ്. കുടുംബത്തിൽ കലഹങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കലഹങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഉടലെടുക്കുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾക്ക് നല്ല സമയമാണ് തെളിയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദിനവും കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. അതിൻ്റെ ഫലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുകയും ചെയ്യുന്നതായിരിക്കും ഈ ഒരു കാലഘട്ടം. ഉറപ്പായും പ്രാർത്ഥനകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഉറപ്പായും ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. വളരെയേറെ സൗഭാഗ്യ കാലഘട്ടമാണ് ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും വെടിഞ്ഞ് വലിയ തോതിലുള്ള ഉയർച്ചയാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത തേടി വരുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരു സന്താന ലബ്ധിയുടെ വാർത്തയാകാം നിങ്ങളുടെ കുടുംബത്തിൽ ശ്രവിക്കുവാനുള്ള ഭാഗ്യമുള്ളത്. അത് നിങ്ങളെ എല്ലാവിധമായ ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റുന്നതായിരിക്കും ആ ഒരു സന്തോഷ വാർത്ത. ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നിലനിൽക്കുന്ന സമയവും സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിലുണ്ടാകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഭൂസ്വത്തുക്കൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബ സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് കിട്ടുവാൻ സമയമാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ധനാഗമത്തിൻ്റെ ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനുള്ള സമയവും കൂടിയാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ വളരെയധികം ഭാഗ്യാനുഭവങ്ങളിലൂടെയാണ് വരുന്ന 30 ദിവസക്കാലം ചിത്തിര നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത്. ജീവിതത്തിൽ എല്ലാവിധമായ തടസ്സങ്ങളും മാറി ദുഃഖാനുഭവങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നൊരു സമയമൊക്കെയാണ്. തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടു നിങ്ങൾ പ്രവർത്തിക്കുക. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ചോതി നക്ഷത്ര ജാതകർക്കും ഇവരുടെ കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. പെട്ടെന്നുള്ള ധനവരവിനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾക്ക് കടബാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ കടബാധ്യത പൂർണ്ണമായും വീട്ടുവാനോ അല്ലെങ്കിൽ ഭാഗികമായി വീട്ടുവാനോ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോൺ സംബന്ധമായിട്ട്, അതായത് പുതിയ ലോണുകൾ ആവശ്യമായിട്ട് വീട് പണിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്സിനോ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് സമ്പത്തിൻ്റെ ആവശ്യകതയായിട്ട് ഇറങ്ങി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് ആ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തുന്നൊരു സമയമാണ്. ഈ തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് ചോതി നക്ഷത്ര ജാതകർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് ഗണപതിക്കൊരു നാളികേരം ഉടച്ച് കറുകമാല സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറുന്നതായിരിക്കും. തുടർച്ചയായിട്ട് 5 വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ 7 വെള്ളിയാഴ്ചകളിലോ നിങ്ങൾ ഈ പ്രവൃത്തി തുടരുക. ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരാഴ്ച പോലും മുടങ്ങാതെ ഈ പ്രവൃത്തി 5 ദിവസമോ 7 ദിവസമോ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ചെയ്യുക. ഉറപ്പായും എല്ലാവിധമായ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവിധമായ തടസ്സങ്ങളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധമായ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങൾ അസ്തമിച്ചിരിക്കുന്നു ഈ നക്ഷത്ര ജാതകർക്ക്. ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുന്ന സമയമാണ്. കുടുംബത്തിൽ നല്ല സമാധാനം നിലനിൽക്കുന്ന സാഹചര്യങ്ങളാണ് കാണപ്പെടുന്നത്. കർമ്മ മേഖലകളിൽ വളരെയധികം പുരോഗതികൾ കാഴ്ചവെക്കുന്ന സമയമാണ്. സർക്കാർ സർവീസുകളിൽ നിയമനം ലഭിക്കുന്ന സമയം. ധനനഷ്ടങ്ങളെല്ലാം മാറുന്നതായിരിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ വളരെയധികം സന്തോഷവും
അതുപോലെ തന്നെ ഒരു ഐക്യതയൊക്കെ ഉണ്ടായി കിട്ടുന്നൊരു സമയമാണ്. നിങ്ങൾക്കുറപ്പായും രാജയോഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ മാറുന്നതായിരിക്കും. ഗവൺമെൻറ് സർവീസുകളിൽ ജോലി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ധനാഗമനത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുവാനുള്ള സാധ്യതകളുണ്ട്. ദിനംപ്രതി നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ ചൈതന്യവും എല്ലാവിധമായ സൗഭാഗ്യ കാലഘട്ടങ്ങളാണ്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കാര്യസിദ്ധിയുടെ സമയമൊക്കെയാണ്. വളരെ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതായിരിക്കും. എല്ലാവിധമായ പ്രതിസന്ധിയെയും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഊർജ്ജസ്വലമായിട്ടുള്ള സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെയും ഉള്ള ഒരാളല്ല ഇനി അങ്ങോട്ട്. നിങ്ങൾ വളരെയധികം പ്രസന്നതയോടെയായിരിക്കും കൂടെയായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. വളരെ ഊർജ്ജസ്വലതയോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും വെടിഞ്ഞുള്ളൊരു സമയമാണ് ഇവർക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ധനനഷ്ടങ്ങൾ മാറി വലിയ തോതിലുള്ള ആഗമനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വിജയങ്ങളും കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടി വരുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നൊരു സമയമാണ്. വരുന്ന 30 ദിവസക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യവിജയങ്ങളും പ്രവർത്തന മേഖലകളിൽ വിജയങ്ങളും സമൂഹത്തിൽ അംഗീകാരങ്ങളും ലഭിക്കുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പൂരുരുട്ടായി നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും. കാര്യവിജയങ്ങളുണ്ടാകുന്ന സമയമാണ്. ദൂരയാത്രകൾ പോകുന്നതായിരിക്കും. വിദേശത്തൊക്കെ പോകാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന സമയമാണ്. എല്ലാവിധമായ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരിച്ചു കിട്ടുന്ന സമയമാണ്. കുടുംബത്തെ കലഹങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വീട് വെക്കുവാനുള്ള യോഗം തെളിഞ്ഞു കാണുന്ന സമയമാണ്. അതായത് ഗ്രഹനിർമ്മാണം തുടങ്ങി വെക്കുന്ന സമയമാണ്. ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് എളുപ്പം കഴിയുന്നതായിരിക്കും. കാര്യസിദ്ധി ഉണ്ടാകുന്നതായിരിക്കും. പ്രവർത്തന മേഖലകളിൽ വിജയങ്ങളും ഉയർച്ചകളും ഉണ്ടായി കിട്ടുന്ന സമയമൊക്കെയാണ്. എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. കുടുംബത്തിലെല്ലാവരുമായി ഒരു ഐക്യതയോടു കൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും. ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടതായിരിക്കും. ദമ്പതിമാരായിട്ട് ഉള്ള ആൾക്കാർക്ക് കലഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കലഹങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും. സർക്കാർ സർവീസുകളിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുവാൻ ഗുണകരമായിട്ടുള്ളൊരു സമയമൊക്കെയാണ് നിങ്ങൾക്ക്. ഉറപ്പായും നിങ്ങളുടെ ഒരു മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധമായ വിഷമങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ പലരും വഞ്ചിച്ചിട്ടുണ്ടാകാം. ആ വഞ്ചനയിലൂടെ ആഘാതത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ കഴിയാതെ നിൽക്കുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതിൽ നിങ്ങൾക്കൊരു മോചനം കൂടെ ഉണ്ടാകുന്നതായിരിക്കും. കാരണം നിങ്ങളെ ചതിച്ചവൻ്റെ ആ ഒരു പതനം നിങ്ങൾക്ക് കാണുവാൻ കഴിയും കണ്ണുകൾ കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യത്തിലേക്കും സർവ്വ സൗഭാഗ്യത്തിലേക്കും ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും. ഉറപ്പായും ഇവിടെ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്രക്കാർക്കും അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും. ഇത് എഴുതി വെച്ചോളൂ. അച്ചിട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ഉയർച്ചകളും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതായിരിക്കും.